അപ്പം നമ്മൾ തിരുപ്പതിക്ക് അടുത്താണുള്ളത്. ഒരു 10 കിലോമീറ്റർ കൂടിയാണ് തിരുപ്പതിക്കുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞി വണ്ടിയൊക്കെ ഇവിടെ റെഡിയാണ്. ഞങ്ങൾ രാവിലെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഇവിടെ എത്തിയത്. രാത്രി കിടക്കാനുള്ള സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കുറേ ദൂരം ചവിട്ടി ഇങ്ങ് എത്തി. കാരണം ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടാറില്ല, ഭയങ്കര ചൂടാണ്. 42 ഡിഗ്രി 43 ഡിഗ്രി ചൂടാണ്, ഗൾഫിലെ ചൂടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിയാണ് പോരുന്നത്. ഇന്നലെ ഒരു 11 മണി മുതൽ ഒരു 3 മണി വരെ, 3:30-4 മണി വരെ നമ്മൾ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ ഇനിയിപ്പം തിരുപ്പതിക്കുള്ള റൂട്ടിലാണ്. ഈ റൂട്ടാണ് തിരുപ്പതിക്കുള്ള റൂട്ട്, തിരുപ്പതി അമ്പലത്തിലേക്കുള്ള റൂട്ട്. അവിടെ നിന്നും തിരിച്ച് ഈ വഴിക്ക് തന്നെ വന്നിട്ട് ഇവിടുന്ന് കടപ്പ 105 കിലോമീറ്ററാണ് ഈ പുറകിൽ നിന്നും കടപ്പയ്ക്കുള്ളത്. അപ്പോൾ കടപ്പ അടുത്ത ജില്ലയാണ്. നമ്മുടെ കടപ്പക്കല്ലുകളെക്കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ പ്രദേശത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ക്വാറികളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തിരുപ്പതിക്ക് രാവിലെ തന്നെ പുറപ്പെടുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയിലേക്ക് അടുക്കുകയാണ്. ആ മലയുടെ നടുവിലാണ് തിരുപ്പതി ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിനടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫ്ലൈഓവർ കയറി നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ മലയുടെ മുകളിലൊക്കെ പല പല ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ 2 മലകളുടെ നടുവിൽ കാണുന്ന ആ ചെറിയ ഏരിയയിലിരിക്കുന്ന ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ചെറിയതായിട്ട് നമുക്ക് ആ ക്ഷേത്രം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരുപ്പതിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് തൊട്ട് താഴെയാണ്. ഇതാ നമ്മുടെ ദേശീയ പതാക പാറി പറക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ തിരുപ്പതി ക്ഷേത്രങ്ങൾ കാണാം. 3 ക്ഷേത്രങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരോ മാർക്കിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ 1, 2, 3 മുഖപ്പുകൾ നമുക്ക് കാണാം. ഏറ്റവും മുകളിലൊരു ക്ഷേത്രമുണ്ട്, താഴെ 2 ക്ഷേത്രങ്ങൾ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ പതാക ഇവിടെ ഇതാ പാറിക്കളിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മളിത് ഈ ഫ്ലൈ ഓവറിലൂടെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരുപ്പതി പട്ടണമാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ തിരുപ്പതി പട്ടണവും നമ്മുടെ ദേശീയ പതാകയും തിരുപ്പതി ക്ഷേത്രവുമൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ നിങ്ങളെ തിരുപ്പതി ക്ഷേത്രം കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. മുകളിലേക്കൊക്കെ പോകണമെങ്കിൽ ക്യാമറ അലൗഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഉള്ളത് നന്ദി റൗണ്ടിലാണ്. ഇതാ നന്ദിയുടെ ഒരു വലിയ രൂപം ഈ റൗണ്ടിൻ്റെ നടുവിൽ നമുക്ക് കാണാൻ പറ്റും. ഈ റൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇതാണ് ക്ഷേത്രത്തിലോട്ടുള്ള വഴി. അപ്പോൾ നമ്മൾ നന്ദി റൗണ്ടൊക്കെ കണ്ട് നമ്മൾ പതിയെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ തിരുപ്പതിയിലാണ്. ഇവിടുത്തെ ഗാർഡനിലെ വർക്കേഴ്സാണ് ഇവരൊക്കെ. ഒരു ഗാർഡനിലെ വർക്കേഴ്സാണ് അവർ. ഈ ചെടികളെല്ലാം വെട്ടി മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെ ഞാൻ പരിചയപ്പെട്ടു. കേരള സെ കാശ്മീർ. അപ്പോൾ ഇദ്ദേഹം ഒരു
ऑल इंडिया ट्रिप पूरा जगह देखे देखे बस जाता है हिंदी आता है केरला का है हिंदी आता है मलयाളം അപ്പോഴത്തേ നമ്മൾ തിരുപ്പതി വന്നപ്പം രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ട് आपका नाम क्या है जी नवीन രവീൻ नवीन नवीन നവീൻ आपका ആൻ്റണി അപ്പോൾ ആൻ്റണിയും നവീനും നമ്മളെ വന്ന് പരിചയപ്പെട്ടു. അവരിവിടെ ടാക്സി ഡ്രൈവേഴ്സാണ്. അവർ ട്രിപ്പുകൾ ഇങ്ങോട്ട് തിരുപ്പതിക്കും അടുത്തുള്ള ക്ഷേത്രങ്ങളിലോട്ടുള്ള ട്രിപ്പുകൾ പോകുന്ന ആളുകളാണ്. അപ്പോൾ ശരി, കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നൈസ് മീറ്റിംഗ് യു. അപ്പോൾ നമ്മൾ തിരുപ്പതിയിലെത്തിയിട്ടുണ്ട്. തിരുപ്പതി വെങ്കടാചലപതിയുടെ ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക്, ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വീഡിയോയും ക്യാമറയും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അകത്ത് ചെന്ന് പെർമിഷൻ കിട്ടിയില്ല. ചോദിച്ചപ്പോൾ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3550 പടികൾ കയറി വേണം നമ്മൾ മുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അതുപോലെ തന്നെ ഈ വണ്ടികൾ ഇറങ്ങി വരുന്ന ഈ വഴിയിലൂടെ, ഈ ഘാട്ടിലൂടെ നമ്മളെ കയറ്റി വിടുകയുമില്ല. സൈക്കിളൊന്നും അലൗഡല്ല, ബൈക്കൊന്നും അലൗഡല്ല. അതുകൊണ്ട് നമ്മൾ പതിയെ തിരിച്ചു പോവുകയാണ്. ഇവിടെ വന്ന് കുറേ ആളുകളെ പരിചയപ്പെട്ടു. ഇവരൊക്കെ ഇവിടുത്തെ ആളുകളാണ്. ഇവരെല്ലാം നമ്മളെ പരിചയപ്പെടാനൊക്കെ വന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞി ഇവിടെയുണ്ട്. പോവാം. ഒച്ച വെക്കല്ലേ. അവൾക്കിപ്പോൾ യാത്ര ചെയ്യണം, അതാണ് മെയിൻ കേസ്. അവൾക്ക് യാത്ര ചെയ്യുമ്പോഴേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. തിരുപ്പതിയിൽ നിന്ന് നമ്മൾ തിരിച്ച് നേരെ കടപ്പ ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ പുറകോട്ട് പോയിട്ട് വേണം കടപ്പയിലേക്ക് പോകാൻ. നമ്മൾ തിരുപ്പതി റോഡിൽ നിന്നും നമ്മൾ നേരെ കടപ്പ റോഡിലോട്ട് കയറുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചാൽ അങ്ങോട്ട് 130 കിലോമീറ്റർ കടപ്പയാണ്, അടുത്ത ജില്ലയാണ്. അപ്പോൾ ചെയ്തുണ്ടോ, ഇവിടെ പോത്തുകളുടെ ഒരു കൂട്ടമാണ് മേഞ്ഞ് നടക്കുന്നത്. വളരെ മനോഹരമായ ഒരു പുൽമൈതാനത്തൂടെ, പാടമാണ്, അവിടെ പോത്തുകൾ മേഞ്ഞ് നടക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരാനുള്ള ആളുകളാണ്. അപ്പോൾ ഇത് നമ്മൾ മുൻപ് ക്രോസ് ചെയ്തൊരു ഹൈവേയുടെ ഭാഗമാണ്. അവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കടപ്പ റൂട്ടിലോട്ട് കയറുകയാണ്. അടുത്ത ജില്ലയാണ് ഇവിടുത്തെ. കർണാടകയുമായിട്ട് മഹാരാഷ്ട്രയുമായിട്ട് അതിര് പങ്കിടുന്ന ഒരു ജില്ലയാണ് കടപ്പ. അപ്പോൾ നമ്മൾ കടപ്പയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ കടപ്പ ജില്ലയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കുഞ്ഞി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ചൂടിന്ന് ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്ന് ഒരു പകുതി റൂട്ടയിലും നമുക്ക് ചവിട്ടി എത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മുകളിൽ കൂടെ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. അത് മെമു ട്രെയിനാണ്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മളൊരു കാടിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ റോഡുണ്ട്, അവിടെ റെയിൽവേ ലൈനുണ്ട്, കാട്ടിക്കൂടി എപ്പോഴും വണ്ടികളും ഉണ്ട്. ഇത് കണ്ടോ, ഒരു നിബിഡ വനമാണ്. ആനയൊന്നുമില്ല, പക്ഷേ കരടിയും കടുവയും ഒക്കെയുള്ള ഒരു കാടാണ്. അപ്പോൾ ഈ കാടിന് നടുവിലൂടെയുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാടും റോഡും നമ്മളും മാത്രം ആകുന്ന ഒരവസ്ഥ വരില്ല, കാരണം എപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. മഹാരാഷ്ട്രയ്ക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണിത്. മഹാരാഷ്ട്രയ്ക്കും കടപ്പയ്ക്കും പിന്നെ ഹൈദരാബാദിനൊക്കെ ഉള്ളൊരു റോഡാണ്. അപ്പോൾ തിരുപ്പതി എന്നുള്ള ഈ റോഡിലൂടെ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുവാണ്. മുട്ടയൊക്കെ കൊടുത്ത് വളരെ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങുവാണ്. ഇപ്പോൾ കാടിന് നടുവിലായതുകൊണ്ട് നല്ലൊരു കാറ്റുണ്ട്. കൂടാതെ നമ്മുടെ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ മലനിരകൾ, ഈ പുറകിൽ കാണുന്നതൊക്കെയാണ് തിരുപ്പതി മലനിരകൾ. അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. തിരുപ്പതി ഫ്ലൈ ഓവറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ ലെഫ്റ്റ് പിടിച്ചിങ്ങ് പോകുന്നതാണ്.
അപ്പം ശരി, നമ്മുടെ യാത്ര മുന്നോട്ട്. നമ്മൾ മാമണ്ടു ഫോറസ്റ്റിൻ്റെ അകത്തൂടിയാണ് വരുന്നത്. ഇനി ഒരു 6-7 കിലോമീറ്റർ കൂടെ ഫോറസ്റ്റാണ്. ഇതുണ്ടോ? അപ്പോൾ ഫോറസ്റ്റിനുള്ളിലൂടെ വന്നപ്പോഴത്തെ ഇവിടെ 2 പേര് ഫുഡൊക്കെ കഴിച്ച് നിൽക്കുന്നു. आपका नाम क्या है जी? പേര്? ജയ് ഗണേഷ്. സുമന്ത് കുമാറും ജയ് ഗണേഷും ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കോൺട്രാക്ട് कंपनी है एसी रेलवेज. अच्छा, सामान लेके जा रहे. ഇതുണ്ടോ? സാധനങ്ങളുമായിട്ട് ഇവർ കേബിളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവരെ ഞാൻ ഈ കാടിൻ്റെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോഴത്തെ അവരെ കണ്ടു, അവരോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. അവർ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് വെള്ളമൊക്കെ തരാൻ നോക്കി. നീര് വേണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, ഞാൻ കുടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, പോകട്ടെ. ഓക്കെ, താങ്ക് യു ബ്രോ. നിറയെ മുളയൊക്കെയുള്ള ഒരു ഏരിയയിലാണ്. അവിടെ വെച്ച് ഞാനൊരു യൂട്യൂബറെ കണ്ടു. യൂട്യൂബർ വേറെ എങ്ങുള്ളതല്ല, തെലങ്കാന സ്റ്റേറ്റിൻ്റെ വണ്ടിയായിട്ട് യൂറ്റുന്ന ഒരു ആന്ധ്രാക്കാരൻ. ഹലോ കണ്ണ, how are you? Thank you. I too happy because you already finished your trip. I'm in Manali. And I was done like Assam, Meghalaya, Mizoram, Tripura. Yeah. Okay. Meghalaya is northeast. Yeah, northeast place is very northeast. Northeast is very best. Our Kerala people also they are this. Now there is a YouTuber Chittiran. He is always in that area. I was done Ladakh also with my bike. അതായത് ഈ ലേ ലഡാക്ക് നോർത്ത് ഈസ്റ്റ് മുഴുവൻ കറങ്ങിയിട്ട് വന്ന ഒരു വണ്ടിയാണിത് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയത്തിൽ വെക്കേണ്ട സാധനമാണ്. അത്രയ്ക്ക് മഞ്ഞിലൂടെ ഓടിയ ഒരു വണ്ടിയാണ്. ഈ ആക്റ്റീവയിലാണ് ഇദ്ദേഹം പോയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് മോഹം ഉണ്ടായിരുന്നു ആക്റ്റീവയിലൊക്കെ പോകണമെന്ന്. പക്ഷേ നമ്മൾ കുഞ്ഞിയായിട്ട് പോകുന്നത് ഒരു ചെറിയ സൈക്കിളിൽ. അതാണ് നമ്മുടെ ഇതൊരു വലിയ കാടാണ് കേട്ടോ. ഇതൊരു വലിയ കാടാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 20 കിലോമീറ്റർ ഞാൻ ഈ കാടിൻ്റെ അകത്തൂടെ വന്നു കഴിഞ്ഞു. ഇനിയുണ്ടൊരു 15 കിലോമീറ്റർ കൂടെ പോയാലേ ഉള്ളൂ ഒരു ഗ്രാമം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാട്ടിലൂടെ പോകുമ്പോഴാണ് കണ്ണനെ കണ്ടത്. കണ്ണൻ ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഹീ ഈസ് ഓൾവേസ് ഹാപ്പി. പുള്ളിയുടെ ഗോപ്രോ ഹെൽമെറ്റ് കണ്ടപ്പോഴാണ് എനിക്കൊരു സംശയം. എന്നെ ഫോളോ ചെയ്ത് കുറേ നേരമായി എൻ്റെ ബൈക്കിൽ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനാണ് പുള്ളി വേർ ഡിഡ് യു ട്രാവൽ ടുഡേ? No, I came from Arunachala. Okay. Near it's 350 kilometers. Yeah, I was start my journey in 7 o'clock. Now I'm reached very soon my home. Where is your place? It's Kadapa district, Kadapa. Tomorrow I will be there. Sure. In Kadapa. Sure. Actually, that's my district. My hometown is Badvel. It's take from Kadapa to Badvel, how many kilometers? From Kadapa to it's take 50 kilometers. 52 or 50 kilometers. Maybe after tomorrow I can reach there. You will go to this tightly, but it's take a straight. Okay, I will check the map. Then I want to go to this. Now what is your target location? No, almost all district I want to cover. Okay. 28 district, no? Here. 28 district. Yeah. This Andhra have 28 district and India have 28 states. You want every state, every district cover? Yeah. Almost this culture. Different culture in one state. Yeah. How do you feel? How do you feel our culture, whatever that? You feel like different, right? Yeah, different. It's compared to in Kerala. I think better than Tamil Nadu. Andhra is better than. Andhra is better than Tamil Nadu. Because on the way, this here to from 5 kilometers. No, 20 kilometers. Almost many people. 20 cars stopped. 30 more bikes stopped. And they are taking my. We are loving, man. We are loving very much. Traveling people, all of those things. You are loving too much. Yes. And you are always asking. All people are asking. First experience, but it is most big experience. We loving very much traveling.
Okay, brother. Okay. Thank you. Thank you so much, brother. I'm really you. feel very, very, very happy. Thank you. So good luck, brother. Okay. Done.